നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം ശക്തം. കടങ്ങോട് പഞ്ചായത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരു കുടുംബത്തിലെ 9 പേർ ഉൾപ്പെടെ 19 പേർക്ക് കോവിഡ്. ഇതോടെ പഞ്ചായത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 41ആയി. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും. കോവിഡ്. കുന്നംകുളം 27-ാം വാർഡ് ചെമ്മണ്ണൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് രോഗസ്ഥിരീകരണം. ഗുരുവായൂർ നഗരസഭയിലെ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ലൈഫ് ഭവന പദ്ധതി വിവാദം. പ്രതിഷേധം കടുപ്പിച്ച UDF. മുഖ്യമന്ത്രിയുടെയും തദ്ദേശ മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് UDF നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തുടരണം ജാഗ്രത. തൃശൂർ ജില്ലയിൽ തിങ്കളാഴ്ച 46 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 62 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 940 ആണ്. തൃശൂർ സ്വദേശികളായ 43 പേർ മറ്റു ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3223 ആണ്. ഇതുവരെ രോഗമുക്തരായത് 225 പേർ. രോഗം സ്ഥിരീകരിച്ചവരിൽ 42 പേരും സമ്പർക്കം വഴി കോവിഡ് പോസിറ്റീവ് ആയവരാണ്. ഇതിൽ 4 പേരുടെ രോഗ ഉറവിടം അറിയില്ല. അമല ക്ലസ്റ്റർ 3, ചാലക്കുടി ക്ലസ്റ്റർ 3, ദയ ക്ലസ്റ്റർ ആരോഗ്യ പ്രവർത്തകർ 2, വാടാനപ്പള്ളി ജനതാ ക്ലസ്റ്റർ 1, മറ്റ് സമ്പർക്കം 29, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ 4 എന്നിങ്ങനെയാണ് രോഗസ്ഥിരീകരണത്തിന്റെ കണക്ക്. നിരീക്ഷണത്തിൽ കഴിയുന്ന 9202 പേരിൽ 8183 പേർ വീടുകളിലും 1019 പേർ ആശുപത്രികളിലുമാണ്. കോവിഡ് സംശയിച്ച് 78 പേരെയാണ് ആശുപത്രിയിൽ പുതിയതായി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 710 പേരെ തിങ്കളാഴ്ച നിരീക്ഷണത്തിൽ പുതിയതായി ചേർത്തു. 733 പേരെ നിരീക്ഷണ കാലഘട്ടം അവസാനിച്ചതിനെ തുടർന്ന് നിരീക്ഷണ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഒരു കുടുംബത്തിലെ 9 പേർ ഉൾപ്പെടെ കടങ്ങോട് പഞ്ചായത്തിൽ തിങ്കളാഴ്ച നടത്തിയ ആന്റിജൻ പരിശോധനയിൽ 19 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ പഞ്ചായത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 41ആയി. സാഹചര്യം ഗുരുതരമാണെന്നും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പും പഞ്ചായത്തും മുന്നറിയിപ്പ് നൽകി. കോവിഡ് ബാധിതരുടെ സമ്പർക്ക പട്ടികയിലുള്ള 100 പേരെയാണ് തിങ്കളാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ 12 പേർക്കും വെള്ളർക്കാട് തേജസ് കോളേജിൽ നടത്തിയ പരിശോധനയിൽ 7 പേർക്കും കോവിഡ് ബാധിച്ചതായി സ്ഥിരീകരിച്ചു. വാർഡ് 18-ലെ കോവിഡ് ബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ളവരാണ് പോസിറ്റീവായവരിൽ കൂടുതൽ. 2, 4, 9, 10, 12, 17, 18 വാർഡുകൾ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണാണ്. പഞ്ചായത്തിൽ ഇതുവരെ 79 പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അതിൽ 38 പേർ രോഗമുക്തി നേടി. ഇന്നത്തെ രോഗബാധിതർ ഉൾപ്പെടെ 41 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 500-ലധികം പേർ നിരീക്ഷണത്തിലുണ്ട്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടപ്പടി അങ്ങാടിയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചയാളുടെ അച്ഛൻ, അമ്മ, ഭാര്യ, കുട്ടികൾ എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കഴിഞ്ഞ ദിവസം കോട്ടപ്പടി സെന്റ് ലാസീസ് പള്ളിയിലെ കുർബാന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇതേ തുടർന്ന് പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. വികാരിയടക്കമുള്ള 100ഓളം പേർ ക്വാറന്റൈനിലാണ്. പ്രദേശത്തെ 34, 35 ഡിവിഷനുകൾ കണ്ടെയ്ൻമെന്റ് സോണാണ്. ഗുരുവായൂർ നഗരസഭാ ഓഫീസിലെ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും 1 ഡ്രൈവർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ നഗരസഭയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 13ആയി. നഗരസഭയിലെ വിവാഹ രജിസ്ട്രേഷൻ സെക്ഷനിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരനാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരിലും ഇവരുമായി സമ്പർക്കം പുലർത്തുന്ന മറ്റു വിഭാഗം ജീവനക്കാരിലും രോഗം കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 14 മുതൽ നഗരസഭാ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കാറുള്ള വിവാഹ രജിസ്ട്രേഷനും നിർത്തിവച്ചിരിക്കുകയാണ്. ഓൺലൈനായാണ് പൊതുജനങ്ങൾ സേവനം പ്രയോജനപ്പെടുത്തുന്നത്. കുന്നംകുളം 27-ാം വാർഡ് ചെമ്മണ്ണൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചെമ്മണ്ണൂർ അങ്ങാടി ഭാഗത്ത് 51 വയസ്സുള്ള പുരുഷൻ, 47 വയസ്സുള്ള സ്ത്രീ, 17, 14 വയസ്സുള്ള കുട്ടികൾ എന്നിവർക്കാണ് തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ചെറിയ പനി കണ്ടതിനെ തുടർന്ന് ഇവർ ഞായറാഴ്ച രാവിലെ കോവിഡ് ടെസ്റ്റിന് വിധേയരായിരുന്നു. തുടർന്ന് തിങ്കളാഴ്ച ഫലം വന്നതോടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഗൃഹനാഥൻ കുന്നംകുളം കോട്ടപ്പടി പ്രദേശങ്ങളിൽ മെഡിക്കൽ ഡിസ്ട്രിബ്യൂട്ടറായി ജോലി ചെയ്തു വരികയാണ്. ഇയാൾക്കൊപ്പമുള്ള ഡ്രൈവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇവർ കുറച്ച് ദിവസങ്ങളായി ക്വാറന്റൈനിൽ ആയതുകൊണ്ട് സമ്പർക്ക ആശങ്കയില്ലെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നിഗമനം. ഇവരെ വൈകിട്ടോടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് മാറ്റും.
മാസാണ് തൃശൂർ, മാസ്കാണ് നമ്മുടെ ജീവൻ എന്ന പേരിൽ തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിലുള്ള വാഹന പ്രചരണത്തിന് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തുടക്കമായി. ഓണക്കാലത്തെ തിരക്കിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിലാദ്യമായി നവീന സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനത്തിലാണ് പ്രചരണ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ എന്നിവർ വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സംവിധാനത്തിലൂടെ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഓണക്കാലത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കോവിഡ് മഹാമാരിയുടെ വ്യാപനം പ്രതിരോധിക്കുന്നതിനു വേണ്ടി തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി പത്രദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് അധിഷ്ഠിത സമൂഹ മാധ്യമങ്ങൾ, മറ്റിതര സംവിധാനങ്ങൾ എന്നിവ വഴി കൂടുതൽ സജീവമായ അവബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. മൾട്ടിമീഡിയ സംവിധാനമുള്ള പ്രചരണ വാഹനങ്ങൾ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും സഞ്ചരിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തും. ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും. കോവിഡ് വ്യാപനം തടയുന്നതിന് വ്യാപാരി സമൂഹത്തിൻ്റെയും പൊതുജനങ്ങളുടെയും സഹകരണം ഉറപ്പാക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ കൃത്യതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നവീന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റി പോലീസ്. CCTV ന്യൂസ്, കേച്ചേരി. കടവല്ലൂർ പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് കേഡക്സ് ആദരവ് നൽകി. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്നിവരെയാണ് ആദരിച്ചത്. ഇന്ദിരാജി നഗറിലെ ശ്രീവത്സം ബിൽഡിംഗിൽ നടന്ന ചടങ്ങ് കേഡക്സ് ചീഫ് പെട്രോൺ വിൽസൺ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജിജി മേരി, ഷീല, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, ആശാ വർക്കർ കോർഡിനേറ്റർ നിഷ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിശ്വനാഥൻ, പ്രവർത്തകരായ കുഞ്ഞാലി മുത്തു, പ്രേമൻ, ഇബ്രാഹിം കുട്ടി, വത്സൻ, റഫീഖ് മുട്ടിപ്പാലം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. UAE അഡ്വൈസറി ബോർഡ് മെമ്പർ അഷ്റഫ് സ്വാഗതവും കേഡക്സ് കടവല്ലൂർ യൂണിറ്റ് കോർഡിനേറ്റർ റസാഖ് PM നന്ദിയും പറഞ്ഞു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 31 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 61,408 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കേന്ദ്ര സർക്കാർ കണക്കനുസരിച്ച് 31,06,348 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് COVID-19 സ്ഥിരീകരിച്ചത്. 836 മരണങ്ങൾ കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് ആകെ മരണം 57,542 ഞായറാഴ്ച മാത്രം 57,468 പേർ രോഗമുക്തരായി എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. നിലവിൽ 7,10,771 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. ഇതുവരെ 23,38,035 പേർ സർക്കാർ കണക്കനുസരിച്ച് രോഗമുക്തി നേടി. 74.90% രാജ്യത്ത് നിലവിൽ രോഗമുക്തി. മറ്റു വാർത്തകളിലേക്ക്. ലൈഫ് മിഷന്റെ വടക്കാഞ്ചേരിയിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 4.5 കോടി രൂപയുടെ കമ്മീഷൻ കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്ന സാഹചര്യത്തിൽ ഉത്തരവാദിയായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ രാജിവെക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന O. അബ്ദുറഹ്മാൻ കുട്ടി കുന്നംകുളം നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മുഖ്യാതിഥിയായി. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, DCC ഭാരവാഹികളായ CC ശ്രീകുമാർ, KC ബാബു, CI ഇട്ടി മാത്യു, TK ശിവശങ്കരൻ, ബിജോയ് ബാബു, UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, മറ്റു നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 28-ന് കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ 200 കേന്ദ്രങ്ങളിലും AC മൊയ്തീൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. പിണറായി വിജയന്റെ കോലമേന്തി പ്രകടനമായി എത്തിയ പ്രവർത്തകർ മമ്മിയൂർ അത്താണി സെന്ററിലാണ് കോലം കത്തിച്ചത്. OBC മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ, BJP നിയോജക മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് AC രാംലാൽ, KR ചന്ദ്രൻ, ജിതിൻലാൽ പേരകം തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ പിക്കപ്പ് വാൻ സ്കൂട്ടറിന് പുറകിലിടിച്ച് 12 വയസ്സുകാരൻ മരിച്ചു. സ്കൂട്ടറിന് പുറകിലിരുന്ന് സഞ്ചരിച്ചിരുന്ന കോട്ടൂൽ സ്വദേശി പ്രമോദിന്റെ മകൻ അഭിനവാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 7:15ഓടെയാണ് അപകടമുണ്ടായത്. കൊല്ലൻപടി പാരിക്കുന്നിൽ മാതാവ് ഷീബയുടെ വീട്ടിൽ നിന്നും പഠിക്കുന്ന അഭിനവ് ബന്ധുവായ യുവാവ് ഓടിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിലിരുന്ന് മനപ്പടിയിലെ കടയിലേക്ക് പോകുകയായിരുന്നു. ഈ സമയം ഇതേ ദിശയിൽ വന്നിരുന്ന മീൻവണ്ടി സ്കൂട്ടറിന് പുറകിലിടിച്ചു. റോഡിൽ തെറിച്ചു വീണ അഭിനവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വെള്ളർക്കാട് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആദിദേവ് സഹോദരനാണ്.
എടക്കഴിയൂരിൽ കടലിൽ നിന്ന് മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന വഞ്ചി കരയിലേക്ക് കയറ്റുന്നതിനിടെ കൈകൾ വഞ്ചിക്കിടയിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളിയുടെ വിരൽ അറ്റു. എടക്കഴിയൂർ സ്വദേശി ചങ്ങനാശ്ശേരി ഇബ്രാഹിം മകൻ ഹുസൈനാണ് അപകടം സംഭവിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. എടക്കഴിയൂർ സ്വദേശിയായ സക്കരിയയുടെ ഉടമസ്ഥതയിലുള്ള ദുൽഫുക്കർ എന്ന വള്ളം കരയിലേക്ക് കയറ്റുമ്പോഴാണ് അപകടമുണ്ടായത്. പരിക്കുപറ്റിയ ഹുസൈനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കുന്നുകുളം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഹുസൈന്റെ വലതുകൈയുടെ നടുവിരൽ അറ്റുപോയി. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് മെമ്പർമാരായ വ്യാപാരികൾക്കായി നൽകുന്ന 1200 ഓണക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം ചേംബർ പ്രസിഡന്റ് KP സാക്സൺ നിർവഹിച്ചു. ഓണക്കാലത്തെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ രാത്രി 9 മണിവരെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് അധികൃതരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി KM അബൂബക്കർ, ട്രഷറർ PV ബിനോയ്, വൈസ് പ്രസിഡന്റുമാരായ MK പോൾസൺ, വിൽസൺ മാത്യൂസ്, ജോയിന്റ് സെക്രട്ടറി രാജു ബിച്ചുങ്കത്ത്, യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, VA രാജൻ, TI ഉല്ലാസ്, PV സാംസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ വില്ലേജ് ഓഫീസിലേക്കും കൃഷിഭവനിലേക്കും പെഡൽ സാനിറ്റൈസർ മെഷീനും 5 ലിറ്റർ സാനിറ്റൈസറും വിതരണം ചെയ്തു. കൃഷിഭവന്റെയും വില്ലേജിന്റെയും അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ടോണി ഏനോക്കാരൻ പെഡൽ സാനിറ്റൈസർ മെഷീൻ വില്ലേജ് ഓഫീസർ S പ്രവീൺകുമാർ, കൃഷി ഓഫീസർ S സുമേഷ് എന്നിവർക്ക് കൈമാറി. 5 ലിറ്റർ സാനിറ്റൈസർ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ഏറ്റുവാങ്ങി. ചൂണ്ടൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KC ജോസ് അധ്യക്ഷനായി. ജോയിന്റ് ക്യാബിനറ്റ് സെക്രട്ടറി രഘുനാഥ് ലാൽ, സോൺ ചെയർപേഴ്സൺ സജി സണ്ണി, റീജിയൻ ചെയർപേഴ്സൺ EK രാമകൃഷ്ണൻ, ചൂണ്ടൽ ലയൺസ് ക്ലബ് ട്രഷറർ K സന്തോഷ് കുമാർ, ക്ലബ് ഡയറക്ടർമാരായ ബാബു പോൾട്ടി, PM ബാലകൃഷ്ണൻ, ക്ലബ് അംഗം സുരേന്ദ്രൻ ഏറത്ത് എന്നിവർ സംസാരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പെഡൽ സാനിറ്റൈസർ മെഷീനും സാനിറ്റൈസറും കൈമാറിയത്. CCTV ന്യൂസ് കേച്ചേരി. പരുവക്കുന്ന് മുസ്ലിം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീർണാവസ്ഥയിലായിരുന്ന വീട് പുനർനിർമ്മിച്ചു നൽകി. പെരുമ്പിലാവ് പരുവക്കുന്ന് കൂളിക്കാട്ടിൽ നബീസയുടെ ജീർണിച്ച വീടാണ് പരുവക്കുന്ന് മഹൽ നിവാസികളുടെയും ഉദാരമതികളായ പരിസര പ്രദേശത്തുള്ളവരുടെയും സഹായത്തോടെ 3 ലക്ഷത്തോളം രൂപ ചെലവിൽ പുനർനിർമ്മാണം നടത്തിയത്. മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ ബാഖവി പ്രാർത്ഥന നടത്തിയതിനു ശേഷം മഹൽ സെക്രട്ടറി ഷെഫീഖ് VK താക്കോൽദാനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സുഹറ ടീച്ചർ, അബ്ദുൾ അസീസ്, യൂനുസ്, CK സുലൈമാൻ, ഷക്കീർ, യൂസഫ് അലി, നിയാസ്, റഫീഖ്, ജയൻ എന്നിവർ പങ്കെടുത്തു. നാടൻ പാട്ടിന്റെ ശീലുമായി അവർ പാടത്തേക്കിറങ്ങി. നോങ്ങല്ലൂർ പാടത്ത് കുടുംബശ്രീ കാർഷിക കർമ്മസേനയുടെ ഞാറുനടിയിൽ ആവേശപൂർവ്വമായാണ് തുടങ്ങിയത്. ജില്ലയിൽ ആദ്യമായാണ് സ്ത്രീകൾ മാത്രമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കാർഷിക കർമ്മസേന രൂപീകരിച്ചിട്ടുള്ളത്. പോർക്കുളം പഞ്ചായത്തിൽ 100ഓളം പേരാണ് കാർഷിക കർമ്മസേനയിലുള്ളത്. നോങ്ങല്ലൂർ പാടശേഖരത്തെ 200 ഏക്കറിലെ നടിയിൽ ഉത്സവം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു പ്രവർത്തനത്തിന് നമുക്കൊരു കാർഷിക കർമ്മസേനയ്ക്ക് കഴിയണം. എല്ലാ പ്രവർത്തനങ്ങൾക്കും പോർക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ളതും കൂടി അറിയിച്ചുകൊണ്ട് ഈ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് വളരെ മനോഹരമായിട്ടൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ, CDS വൈസ് ചെയർപേഴ്സൺ സിന്ധു ബാലൻ, CDS മെമ്പർ രാജീവ് മണികണ്ഠൻ, പ്രസീത എന്നിവർ സംസാരിച്ചു. പഴയകാലത്തെ പോലെ പാടത്തിറങ്ങി പണിയെടുക്കാൻ സ്ത്രീകൾ തയ്യാറായി വന്നതിൽ സന്തോഷമുണ്ടെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് രാജേന്ദ്രൻ പറഞ്ഞു. കുറച്ച് പൈസ അവർ കൂടുതൽ വാങ്ങിച്ചാലും നമുക്ക് അതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്തു. ആദ്യം തന്നെ നോങ്ങല്ലൂർ പാടത്ത് നിന്ന് തുടങ്ങണം എന്നുള്ളത് സുജ എന്നോട് പറഞ്ഞു. അത് കാരണം കൊണ്ട് നമ്മൾ ആകെ 19 ദിവസമായിട്ടുള്ള ഞാറ് ഇട്ടിട്ട് സാധാരണ ഒരു 23 ദിവസമൊക്കെയാണ് ഞാറിൻ്റെ പ്രായം പറിച്ച് നടേണ്ടത്. എന്തായാലും നമ്മൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ബാക്കിയുള്ള വർക്കുകളും കൂടി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ കുറച്ച് നേരത്തെ പണി തുടങ്ങുകയും. ഏക്കറിന് 7000 രൂപയാണ് കൂലി. ഇത് മുൻകൂറായി നോങ്ങല്ലൂർ പാടശേഖര സമിതി നൽകി. പോർക്കുളം പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിലെ മുണ്ടകൻ കൃഷിക്ക് ഇത്തവണ കുടുംബശ്രീ കാർഷിക കർമ്മസേനാംഗങ്ങളാണ് കൃഷി ഇറക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിലും കാർഷിക കർമ്മസേനാംഗങ്ങൾ ഞാറ് നടാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. CCTV ന്യൂസ് പെരുമ്പിലാവ്. രാത്രിയുടെ മറവിൽ യാക്കോബായ പള്ളികൾ സംഘർഷത്തിലൂടെ ഏറ്റെടുക്കുന്ന നടപടിയിൽ പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പഴയ പള്ളി പ്രതിഷേധിച്ചു. യാക്കോബായ സഭയുടെ അതിപുരാതനമായ മുളന്തുരുത്തി മാർത്തോമൻ കത്തീഡ്രൽ, ഓണക്കൂർ സെഹിയോൻ പള്ളി, പുത്രിക സെന്റ് മേരീസ് പള്ളി, തിരുവാർപ്പ് മർത്തശ്മുനി പള്ളി,
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി എന്നീ പള്ളികളിൽ കോടതി വിധിയുടെ മറവിൽ നടത്തിയത് മനുഷ്യത്വ വിരുദ്ധമായ നടപടികളാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സൂറിയാനി പഴയ പള്ളിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന പ്രതിഷേധ സഹന സമരം വികാരി ഫാദർ എൽദോ ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. കൈക്കാരൻ തമ്പി KP, സെക്രട്ടറി സൈമൺ CV എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗം ഞായറാഴ്ച കുർബാന അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിലെത്തി കുർബാന നടത്തിയിരുന്നു. ഞായറാഴ്ച യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് സമീപം കല്ലുംപുറം റോഡിൽ പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെ നാമധേയത്തിലുള്ള ചാപ്പലിൽ വികാരി ഫാദർ ജെയിംസ് ഡേവിഡിന്റെ കാർമ്മികത്വത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കുർബാന നടത്തി. തുടർന്ന് വിശ്വാസികൾ എല്ലാവരും പൂർവ്വ പിതാക്കന്മാർ കബറടങ്ങിയ സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥനയും നടത്തി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞു. കാലാവസ്ഥയും അനുകൂലമായെങ്കിലും മീൻപിടുത്ത ബോട്ടുകൾ പലതും തീരത്ത് തന്നെ. ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. പകുതിയിലധികം തൊഴിലാളികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ബോട്ടിൽ പോകുന്നതിനായി ഇവിടേക്കെത്താൻ അനുമതിയില്ല. നാട്ടിൽ പോയി തിരികെ എത്തിയത് കുറച്ചുപേർ മാത്രമാണ്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് മുമ്പ് ചില ബോട്ടുടമകൾ തൊഴിലാളികളെ തിരിച്ചുവരുത്തി ക്വാറന്റൈനിൽ താമസിപ്പിച്ചിരുന്നു. ഇതിനാലാണ് പകുതി ബോട്ടുകളെങ്കിലും മീൻ പിടിക്കാൻ പോകുന്നത്. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കേരളത്തിലെ മീൻപിടുത്ത തൊഴിലാളികൾ പാതിയും. അതുകൊണ്ടുതന്നെ ബോട്ടിറക്കാൻ കഴിയാതെ പല ബോട്ടുടമകളും ദുരിതത്തിലാണ്. വായ്പ എടുത്തവർ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ടുതന്നെ സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. CCTV ന്യൂസ്, ചാവക്കാട്. വടക്കേക്കാട് പഞ്ചായത്തിലെ 11ാം വാർഡിലെ മൂലേത്തറ AC കോളനി റോഡ് നാടിന് സമർപ്പിച്ചു. വർഷങ്ങളായി വെള്ളക്കെട്ട് മൂലം യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന റോഡിനാണ് ശാപമോക്ഷമായത്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകൾ സംയുക്തമായി ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ TA ആയിഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മറിയം മുസ്തഫ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് നബീൽ NMK, വാർഡംഗം ആമിനു കരീം, സാബിറ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനിൽകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിത എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും പഞ്ചായത്ത് 50,000 രൂപയും ചെലവിട്ട് 190 മീറ്റർ നീളത്തിൽ റോഡ് മണ്ണിട്ടുയർത്തി കോൺക്രീറ്റ് ചെയ്താണ് സഞ്ചാരയോഗ്യമാക്കിയത്. കണ്ണനു മുന്നിൽ പൂക്കളമൊരുക്കി അമ്പാടി കൂട്ടായ്മ. കോവിഡ്-19 പ്രോട്ടോകോൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ദേവസ്വം നിഷ്കർഷിച്ച രീതിയിലാണ് കൂട്ടായ്മ ഗുരുവായൂർ ക്ഷേത്രനടയിൽ പൂക്കളം ഒരുക്കിയത്. ചിത്രകാരന്മാരായ വിപിൻ വല്ലേങ്കര, KK രഞ്ജു, അമ്പാടി കൂട്ടായ്മ പ്രവർത്തകരായ KP ഉദയൻ, K ഹരിഹരൻ, VB ബിജു, മെൽവിൻ കൊമ്പൻ, ബിജു കൊളാടി, K അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്നലാംകുന്ന് ഗ്രൗണ്ട് ടീമിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബിരിയാണി ചലഞ്ച് നടത്തി. നിർധനരായ വിദ്യാർത്ഥികളെയും രോഗികളെയും സഹായിക്കുന്നതിനായി ഗ്രൗണ്ട് ടീം സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിന്റെ വിതരണ ഉദ്ഘാടനം വടക്കേക്കാട് SI സന്തോഷ് നിർവഹിച്ചു. ടീമിന്റെ സീനിയർ മെമ്പർ അഷ്കർ CH ആദ്യ പൊതി ഏറ്റുവാങ്ങി. PM ഷാജഹാൻ, PH സാദിഖ്, ഫഹദ് കുഴിങ്ങര എന്നിവർ സന്നിഹിതരായിരുന്നു. വേലൂർ നാട്ടുകൂട്ടം കുത്തുകുളം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കിറ്റ് വിതരണം നടത്തി. നാട്ടുകൂട്ടം പ്രസിഡന്റ് ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായ ലിനോ വർഗീസ്, ജിമ്മി പ്രിൻസ്, സാബു കുറ്റിക്കാട്, സന്തോഷ്, പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ പദ്ധതിയിലും അഴിമതിക്ക് കൂട്ടുനിന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കോൺഗ്രസ് പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. ഇതേ ആവശ്യമുന്നയിച്ച് BJP, യുവമോർച്ച സംഘടനകളും സമരരംഗത്തുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്പീക്കപ്പ് കേരളയുടെ ഭാഗമായി നെഹ്റു നഗർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. മുൻ വാർഡ് കൌൺസിലർ CV മാത്യൂസ്, വാർഡ് പ്രസിഡന്റ് അജിത് ചീരൻ, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു, KSU ഭാരവാഹി ബബിൻ T അന്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി. UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ 5ാം വാർഡ് ഡിവിഷൻ തലത്തിൽ സത്യാഗ്രഹ സമരം നടന്നു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി CV ജാക്സൺ സമരം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിജി ജാക്സൺ, വാർഡ് കമ്മിറ്റി അംഗം CK മറിയാമ്മ, CC സജി എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്പീക്കപ്പ് കേരളയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ 7ാം വാർഡ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. വാർഡ് കൌൺസിലർ PI തോമസിന്റെ നേതൃത്വത്തിൽ നടന്ന സമര പരിപാടിയിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, DCC സെക്രട്ടറി ബിജോയ് ബാബു, നേതാക്കളായ VV വിനോജ്, സോയ, റോഷിത്, രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്പീക്കപ്പ് കേരളയുടെ ഭാഗമായി കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന സത്യാഗ്രഹ സമരം UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി KC ബാബു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു C ബേബി, നേതാക്കളായ CK ബാബു, ഷിജി ജാക്സൺ,
രാധാകൃഷ്ണൻ, PG തമ്പി എന്നിവർ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്പീക്കപ്പ് കേരളയുടെ ഭാഗമായി കുന്നംകുളം 12, 13, 14 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. കൌൺസിലർ ഷാജി ആലിക്കലിന്റെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൽ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റുമാരായ രാജൻ, ബാബു, അബി, വാസു കോട്ടൂൽ, ബിജു പ്രസാദ്, റെജി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ 8-ാം വാർഡിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. സമരത്തിന് ബൂത്ത് പ്രസിഡന്റ് PK ദാമോദരൻ, ശശി പൂവത്ത്, ജമാൽ, ഹംസ, ഉദയൻ എന്നിവർ നേതൃത്വം നൽകി. ഭാരതീയ ദളിത് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK കൃഷ്ണന്റെ അധ്യക്ഷതയിൽ വേലൂർ മണ്ഡലത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. ഭാരതീയ ദളിത് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. മുരളി വില്യംകോട് സംസാരിച്ചു. കാട്ടുകാമ്പൽ പഞ്ചായത്ത് 4-ാം വാർഡ് സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം വാർഡ് പ്രസിഡന്റ് ജെയ്സൺ ചീരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സാംസൺ പുലിക്കോട്ടിൽ, വിൽസൺ, തമ്പി, ബാസിൽ പെരുന്തുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം ചിറക്കൽ ഇഞ്ചിക്കാലയിൽ നിവാസ് പരിസരത്ത് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VC ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ സാംസൺ മാസ്റ്റർ, EM മൊയ്തുണ്ണി, TK മുഹമ്മദ് കുട്ടി, MM അബ്ദുൾ റഷീദ്, KP വിശ്വനാഥൻ, UDF കാട്ടകാമ്പാൽ മണ്ഡലം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ ജനപ്രതിനിധിയുമായ MS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കാട്ടകാമ്പൽ പഞ്ചായത്ത് 16-ാം വാർഡ് പാലാട്ടുമുറിയിൽ നടന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി KK ഇക്ബാൽ നിർവഹിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് PS ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഹനീഫ, ഹൈദ്രാലി, ദിൽഷാദ് എന്നിവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ സ്രായിൽ വാർഡിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KK രവി അധ്യക്ഷത വഹിച്ചു. സ്മിത ഷാജി, ജെയിംസ്, PM മോഹനൻ എന്നിവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വാർഡ് 11 പട്ടിത്തടം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സത്യാഗ്രഹ സമരം പെൻഷനേഴ്സ് അസോസിയേഷൻ കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൊച്ചു മാത്യു ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അനിൽ VU അധ്യക്ഷത വഹിച്ചു. പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK മുഹമ്മദ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ഹക്കീം, വാർഡ് കോൺഗ്രസ് സെക്രട്ടറി AK മുകുന്ദൻ, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷെരീഫ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പെഞ്ഞാമുക്ക് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസം നടത്തി. KN ഉണ്ണികൃഷ്ണൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. റെജി, സുബ്രൻ, ചന്ദ്രൻ, ഡേവിഡ് എന്നിവർ പങ്കെടുത്തു. തിപ്പിലിശ്ശേരി 10-ാം വാർഡിൽ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കേശവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം UDF ചെയർമാൻ K വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് തിപ്പിലിശ്ശേരി, വാർഡ് പ്രസിഡന്റ് അനീഷ് കുരുത്തോലയിൽ, രഘുനാഥ്, ഹരീഷ്, രാഹുൽ, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി 5-ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NK അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് റഷീദ് പെരുന്തുരുത്തി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മണ്ഡലം നേതാവ് AY കുഞ്ഞുമോൻ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. മറ്റ് കോൺഗ്രസ് പ്രവർത്തകരായ നൂറുദ്ദീൻ, കരീം പെരുന്തുരുത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് പുത്തൻകുളം സെന്ററിൽ വാർഡ് മെമ്പർ ശിവരാമന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടത്തി. സമരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി അബ്ദുൾ MM, കടവല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ നാസർ കല്ലായി, അബു പുത്തൻകുളം, വാർഡ് പ്രസിഡന്റ് മാമത്ത് ആനക്കല്ല്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഹദേവൻ, ഭാരവാഹി രവി, യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഫാസിൽ, രതീഷ്, കുഞ്ഞുമോൻ പുത്തംകുളം എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. മണ്ഡലം തല ഉദ്ഘാടനം കൊങ്ങണൂർ 5-ാം വാർഡിൽ പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് K ജ്യോതിഷ് അധ്യക്ഷനായി. KK മോഹൻ റോയ്, പഞ്ചായത്ത് അംഗങ്ങളായ K രഞ്ജിത്ത്, കവിത പ്രേംരാജ്, KP ജയപ്രകാശ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK രതീഷ്, ഹരികുമാർ, ബിജു, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ സ്രായിൽ വാർഡിൽ നടന്ന സമരം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി NM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KK രവി അധ്യക്ഷത വഹിച്ചു. സ്മിത ഷാജി, ജെയിംസ് PM, മോഹൻ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് 6-ാം വാർഡ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി രാമചന്ദ്രൻ BP ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. KPCC വിചാർ വിഭാഗ് ജില്ലാ വൈസ് ചെയർമാൻ സെബാസ്റ്റ്യൻ മാസ്റ്റർ, ന്യൂനപക്ഷ കോൺഗ്രസ് ജില്ലാ കൺവീനർ ബെന്നി, ബൂത്ത് വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് 11-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സത്യാഗ്രഹം നടത്തി. വാർഡ് പ്രസിഡന്റ് സാബു കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തു. എളവള്ളി പഞ്ചായത്തിൽ വാർഡ് തലത്തിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ 16 വാർഡുകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി, വർഗീസ് മാനത്തിൽ, പ്രസാദ് പണിക്കൻ, AD സാജു, KO ബാബു, ലിസി വർഗീസ്, PR പ്രേമൻ, KP വിവേകൻ എന്നിവർ വിവിധ വാർഡുകളിൽ നേതൃത്വം നൽകി.
മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ നടത്തിയ ഏകദിന ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുവമോർച്ച മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം അനുഷ്ഠിച്ചു. നിയോജകമണ്ഡലം ഓഫീസിൽ നടന്ന ഉപവാസ സമരം ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വിശാഖ് കാമ്പാൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി അഖിലാനന്ദൻ, സെക്രട്ടറി അഞ്ജലി എറവ് എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു. ജില്ലാ മണ്ഡലം നേതാക്കൾ സംസാരിച്ചു. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വീടുകളിലും ഓഫീസുകളിലുമായി സമരം നടത്തി. നഗരസഭ 22-ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R. രവികുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. P.K. ജോർജ്, T.V. കൃഷ്ണദാസ്, ബഷീർ മാണിക്കത്ത്, ആരിഫ് മാണിക്കത്തുപടി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് വേലൂർ പഴവൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. മണ്ഡലം വൈസ് പ്രസിഡന്റ് P.Y. അബുസാലി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് P.K. സുലൈമാൻ അധ്യക്ഷനായി. നേതാക്കളായ A.S. ഭാസ്കരൻ, K.U. കബീർ, N.K. മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. LDF നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ UDF എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സത്യാഗ്രഹ സമരം നടത്തി. സ്വർണ്ണക്കടത്ത്, രാജ്യദ്രോഹ കുറ്റത്തിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, ലൈഫ് മിഷൻ പദ്ധതിയിൽ അഴിമതി നടത്തിയ മന്ത്രി A.C. മൊയ്തീൻ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നടത്തിയ സത്യാഗ്രഹത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ചെയർമാൻ M.K. ജോസ് അധ്യക്ഷനായി. UDF നേതാക്കളായ O.B. സതീഷ്, സുധീഷ് പറമ്പിൽ, A.V. ബിജു, ജോൺസൺ ചുങ്കത്ത് എന്നിവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഹമ്പിൽ കയറിയ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് പൊന്നരാശ്ശേരി വീട്ടിൽ മാധവന്റെ ഭാര്യ ലീനയ്ക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. ആളൂർ ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തുള്ള ഹമ്പിൽ കയറിയതിനെ തുടർന്നാണ് നിയന്ത്രണം വിട്ട ബൈക്കിന് പുറകിൽ ഇരുന്ന് യാത്ര ചെയ്തിരുന്ന ലീന തെറിച്ചു വീണത്. പരിക്കേറ്റ ലീനയെ കേച്ചേരി എക്സ് പ്രവർത്തകർ ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നുകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആരും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അത്തപ്പൂക്കൾ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണക്കൊടി വിതരണം ആരംഭിച്ചു. പദ്ധതിയിലെ ആദ്യ ഓണക്കൊടി തിരുത്തിക്കാട് ദേശത്ത് വേലായുധൻ, പത്മാവതി എന്നിവർക്ക് ജനമൈത്രി ബീറ്റ് ഓഫീസറായ ജാൻസി, സുമേഷ് എന്നിവർ ചേർന്ന് നൽകി. കുന്നുകുളം ജനമൈത്രി പോലീസ് തിരുവോണം എന്ന പേരിൽ ആരംഭിച്ച ഭക്ഷണ കിറ്റ് വിതരണം പുരോഗമിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് അത്തപ്പൂക്കൾ എന്ന പുതിയ സംരംഭം ആരംഭിക്കുന്നത്. സുപ്രീം കോടതിയുടെ മൂല്യച്യുതിക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച സീനിയർ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്ത് കുറ്റക്കാരനെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ നടപടിക്കെതിരെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ചാവക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് കോടതിക്ക് മുന്നിൽ ഐക്യദാർഢ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് K.S. ബിനോയ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് C. സുഭാഷ് കുമാർ അധ്യക്ഷനായി. അഭിഭാഷകരായ V.S. മോഹൻദാസ്, സിജു മുട്ടത്ത്, വിൻസ് പുലിക്കോട്ടിൽ, K.R. രജിത് കുമാർ, പ്രിമോൻ P. ഗീവർ തുടങ്ങിയവർ സംസാരിച്ചു. അഭിഭാഷക ക്ലർക്കുമാരും ഐക്യദാർഢ്യ കൂട്ടായ്മയിൽ പങ്കാളികളായി. പ്രവാസി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചിറനെല്ലൂരിലെ പ്രവാസി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.S. കരീം സ്മൃതി ഗ്രീൻ ഫാമിന്റെ നേതൃത്വത്തിലുള്ള കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ഷീബ ജയപ്രകാശ് അധ്യക്ഷയായി. കൃഷി ഓഫീസർ S. സുമേഷ്, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ആന്റോപോൾ, ഗ്രീൻ ഫാം ഭാരവാഹികളായ B.V. ഖാലിദ്, P.K. റസാഖ്, P.K. പരീദ്, സീനത്ത് മുഹമ്മദ്, അംഗങ്ങളായ P.S. ഹക്കീം, P.M. കരീം, P.A. മുഹമ്മദ്, P.M. കുത്തുബ്ദീൻ, സൽമ ഹക്കീം, നദീറ റസാഖ്, റൈഹാനത്ത് പരീദ്, ഷമീം കരീം, സുബൈദ കുത്തുബ്ദീൻ എന്നിവർ സംബന്ധിച്ചു. സ്മൃതി ഗ്രാൻഡ് ഫാമിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ചിറനെല്ലൂരിലെ 3 ഏക്കർ സ്ഥലത്ത് കയ്പ, പടവലം, കൂർക്ക, ഇഞ്ചി, പയർ, കുക്കുംബർ, വെള്ളരി, കുമ്പളം, മത്തൻ, ചിരവയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചാവക്കാട്, ഗുരുവായൂർ, കുന്നംകുളം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട്ടെ ഓട്ടോ ഡ്രൈവർമാർക്ക് മാസ്ക് വിതരണം ചെയ്തു. വത്സൻ താമരയൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P.A. സുബീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഒമാൻ ഷാജി, അനൂപ് കോട്ടപ്പുറം, വിജീഷ്, ബിനീഷ് എന്നിവർ പങ്കെടുത്തു. ഗ്ലോബൽ പ്രണവ് മോഹൻലാൽ ഫാൻസ് മേഖലാ പ്രസിഡന്റ് സജീവ്, മേഖലാ സെക്രട്ടറി സൈജോ തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യ സർവകലാശാലയിൽ നിന്നും BSc ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക് വിഷയത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയ മിത്ര S. ചീരനെ KSU കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. കുന്നംകുളം നെഹ്റു നഗർ ചീരൻ വീട്ടിൽ സജീവ് ഷൈനി ദമ്പതികളുടെ മകളാണ് മിത്ര. KSU ജില്ലാ സെക്രട്ടറി ഗോകുൽ ഗുരുവായൂർ, കുന്നംകുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P. രാജു, ഭാരവാഹി ബബിൻ T. അന്തിക്കാട് എന്നിവർ സന്നിഹിതരായിരുന്നു.
കുരുന്നുകൾക്കിത് ആശ്വാസപാത. വടക്കേക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിഷ നിർവഹിച്ചു. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂളിലേക്കാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി പുതുതായി റോഡ് നിർമ്മിച്ചത്. നിലവിലുണ്ടായിരുന്ന ഇടുങ്ങിയ വഴി നിലനിർത്തിക്കൊണ്ട് വാർഡ് മെമ്പർ ഷാലിയ ഡേവിഡിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുതുതായി മറ്റൊരു റോഡ് സ്കൂളിനായി തുറന്നുകൊടുത്തത്. പുന്നേർകുളം പഞ്ചായത്തിലെ ആറ്റുപുറം ഭാഗത്തുനിന്നും വടക്കേക്കാട് മേഖലയിൽ നിന്നും വന്നിരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന കൈത്തോടിന് 2 ഭാഗവും കോൺക്രീറ്റ് ഭിത്തി കെട്ടി മുകളിൽ സ്ലാബിട്ടാണ് പുതിയ വഴി ഒരുക്കിയത്. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഈ റോഡ് പണിയുന്നതിന്. പിന്നെ ഈ റോഡ് പണിയാൻ തന്നെ കാരണം ആറ്റുപുറം സ്കൂളിനെ ഒരു റോഡ്, അത് 10-700 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലേക്ക് ചെറിയൊരു റോഡാണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ 25 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂൾ വിടുന്ന സമയത്തും സ്കൂൾ തുടങ്ങുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ അതിൽ ഒരുപാട് പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൽ എത്തിച്ചേരാൻ കഴിയാത്ത എല്ലാവർക്കും നന്ദി പറയും. 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും 3,90,000 രൂപ വടക്കേക്കാട് പഞ്ചായത്തും ചെലവഴിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിഷ റോഡ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയു മുസ്തഫ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് NMK നബീൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആമിനു കരീം, വാർഡ് മെമ്പർ ഷാലിയ ഡേവിഡ്, AXC സനിൽകുമാർ, AE അനിത, ഓവർസിയർ ദീപ, കോൺട്രാക്ടർ ബാബു, കോട്ടയിൽ കുഞ്ഞുമോൻ, മുൻ മെമ്പർ അലിമോൻ, ബേബി മാലിക്, ഷക്കീർ, സുന്ദരൻ കാഞ്ഞങ്ങാട്ട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, പുന്നേർകുളം. ഗുരുവായൂർ തിരുവേങ്കിടം നായർ സമാജം 15 വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. മേഖലയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച പ്രതിഭകൾക്കാണ് ക്യാഷ് അവാർഡ്, എക്സലന്റ് മെറിറ്റ് സർട്ടിഫിക്കറ്റ്, ഉപഹാരം, പഠനോപകരണം എന്നിവ നൽകി അനുമോദിച്ചത്. പ്രസിഡന്റ് ബാലൻ വാർനാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബാലൻ തിരുവേങ്കിടം അധ്യക്ഷത വഹിച്ചു. പ്രദീപ് നെടിയടത്ത്, രാജു കൂടത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. വേലൂർ ഏസൻ നമ്പീശൻ മാസ്റ്റർ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AN സോമനാഥൻ, സെക്രട്ടറി പ്രകാശ് M, ട്രഷറർ MP പ്രകാശൻ, വൈസ് പ്രസിഡന്റ് OP സൈമൺ, ജഗന്നിവാസ് എന്നിവർ നേതൃത്വം നൽകി. കുനമുച്ചി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ നിർധനരായ രോഗികൾക്കാണ് ഓണക്കോടി ഉൾപ്പെടെയുള്ള ഓണക്കിറ്റ് വിതരണം നടത്തിയത്. 2 പഞ്ചായത്തുകളിലുമായി 100ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ് കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നീതു സിൻഡോ അധ്യക്ഷയായി. പൗരസമിതി പ്രസിഡന്റ് PC മാർട്ടിൻ, അംഗങ്ങളായ വിനു ജോൺസൺ, KV ജോയ്, റെജി തുടങ്ങിയവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ ഗുരുവായൂർ സുഹൃതം തിരുവങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ 75ഓളം അമ്മമാർക്ക് ഓണക്കിറ്റുകൾ നൽകി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിലെത്തിയും കിറ്റുകൾ നൽകി. ലക്ഷദ്വീപ് പോലീസ് മുൻ മേധാവിയും സുഹൃതം പ്രസിഡന്റുമായ M പ്രഭാകര മാരാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് അധ്യക്ഷയായിരുന്നു. ബാലൻ വാർനാട്ട്, V ബാലചന്ദ്രൻ, PK വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നേന്ത്രക്കായ വിപണന മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ NM റഫീഖ്, ശശിധരൻ കണ്ടംപുള്ളി, TK മുഹമ്മദ് കുട്ടി, സോണി C സക്കറിയ, വാസു കാഞ്ഞിരത്തിങ്കൽ, ലക്ഷ്മി പനോക്കിൽ, ബാങ്ക് സെക്രട്ടറി മറിയാമ്മ എന്നിവർ പങ്കെടുത്തു. പൊതുമാർക്കറ്റിൽ നാടൻ നേന്ത്രക്കായ്ക്ക് കിലോ 75 രൂപയിലധികം വിലയുള്ളപ്പോൾ 63 രൂപയ്ക്കാണ് ബാങ്ക് കായ നൽകുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് 100 കണക്കിന് കുലകൾ വിറ്റഴിഞ്ഞത്. വേലൂർ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി മെമ്പർമാർ, സെക്രട്ടറി, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. തുടർ ദിവസങ്ങളിൽ ഓണത്തിനോടനുബന്ധിച്ച് പഴം, പച്ചക്കറി കടകൾ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലും കിരാലൂർ ശാഖയിലും ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വടക്കേക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അരി, മുളക്, മല്ലി, 28ഓളം പലവ്യഞ്ജനങ്ങളാണ് ചന്തയിൽ വിൽക്കുന്നത്. വൈസ് പ്രസിഡന്റ് മോഹനൻ മമ്പറമ്പത്ത്, സെക്രട്ടറി ബ്രൈറ്റ്, ഡയറക്ടർമാരായ സലാഹുദ്ദീൻ, ജിജു തോമസ്, റോസിലി, ശോഭി സത്യൻ എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റിയുടെ കീഴിൽ 550 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. ലോക്കൽ സെക്രട്ടറി NK ഹരിദാസൻ, VS സിദ്ധാർത്ഥൻ, ബാബു പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 450 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടത്തി. ലോക്കൽ സെക്രട്ടറി TC ചെറിയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ എന്നിവർ നേതൃത്വം നൽകി.
പുന്നൂർക്കുളം മന്നലാങ്കുന്ന് കിണർ ലെഫ്റ്റ് വിംഗ് കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ സേനാ പ്രവർത്തകർക്കും കായിക താരങ്ങൾക്കും ജേഴ്സി പ്രകാശനവും വിതരണവും നടത്തി. മന്നലാങ്കുന്ന് കിണർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എ.ഡി. ധനീപ്, CPM മന്നലാങ്കുന്ന് കിണർ ബ്രാഞ്ച് സെക്രട്ടറി M.A. ഇസ്മായിൽ എന്നിവർ ചേർന്ന് ജേഴ്സി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ LWCC രക്ഷാധികാരിയും ബ്ലോക്ക് മെമ്പറുമായ ആലത്തയിൽ മൂസ, വൈസ് പ്രസിഡന്റ് T.K. ഫൈസൽ, ജോയിന്റ് സെക്രട്ടറി ജിഷാദ്, മീഡിയ കോർഡിനേറ്റർ ഷൌക്കത്ത്, ഓഫീസ് സെക്രട്ടറി നിഷാദ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ M.M. മുബഷീർ, M.V. ഷക്കീർ, പ്രഗിൽ, റബി, അർഷാദ്, മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. SDPI വടക്കുമുറി ബ്രാഞ്ചിൽ വളണ്ടിയർ ടീം ജേഴ്സി ലോഞ്ചിങ്ങും ശുചീകരണ പ്രവർത്തനവും നടത്തി. വളണ്ടിയർ ടീമിനുള്ള ജേഴ്സി ടീം കോർഡിനേറ്റർ ആഷിഖിന് നൽകി. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM ഷഹീദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സ്കൂൾ പരിസരം മുതൽ പന്തല്ലൂർ റോഡ് വരെയുള്ള ഭാഗങ്ങൾ ശുചീകരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ഫിറോസ് അബുമോൻ, ആഷിഖ്, അർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വളണ്ടിയർ അംഗങ്ങളായ ഉനൈസ്, ഷഫീഖ്, ഷാഹിർ, ഫഹദ്, അഷ്ഫാഖ്, നിസാം, സാദിഖ്, മിഥിലാജ്, സൊഫ്വാൻ, ഷിബിലി, ഫാഹിം, അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി കൂറ്റനാട് ഗുരുവായൂർ റോഡിൽ ഷൈൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. കേച്ചേരി അൽ ഇസ്ല ഇംഗ്ലീഷ് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A1ഓടെ 98% മാർക്ക് നേടിയ റിദ ജയ്സൽ, 96% മാർക്ക് നേടിയ ഹന ഹിഷാം, 95% മാർക്ക് നേടിയ ഹിബ ഫാത്തിമ, 92% മാർക്ക് നേടിയ ആദിത് എന്നിവരെയും മറ്റ് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയുമാണ് ഓൺലൈൻ വഴി ആദരിച്ചത്. ചടങ്ങ് ചെയർമാൻ KK മമ്മുണ്ണി മൗലവി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സുപ്രിയ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് ലിമ, അധ്യാപകരായ ലീന, പങ്കജം, ഷൈനി, മോഹിനി, നിഹ്മത്തുള്ള, അലൂമിനി പ്രതിനിധി അനസ് MA തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും പങ്കെടുത്തു.
നവമാധ്യമ കാഴ്ച. വീടുകൾ നിർമ്മിക്കുമ്പോൾ അപ്സ്റ്റെയർ വേണമെന്ന് നിർബന്ധമാണ് പലർക്കും. പക്ഷേ ഈ കോണിപ്പടി കയറിയിറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് പ്രായമായവർക്ക്. എന്നാൽ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ വന്നതോടെ അക്കാര്യത്തിലും തീരുമാനമായി. കിഴൂരിൽ നിന്ന് ഗഫൂർ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽപ്പന വില 4820 രൂപ, വാങ്ങുന്ന വില 4810 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. മറ്റം അസംഷൻ കോൺവെന്റിലെ സിസ്റ്റർ ആനി ദമാസിയ FCC നിര്യാതയായി 79 വയസ്സായിരുന്നു. അരിപ്പാലം കെടങ്ങത്ത് ചക്കാലയ്ക്കൽ കാക്കു മാത്തിരി ദമ്പതികളുടെ മകളാണ്. സംസ്കാരം തിങ്കളാഴ്ച മറ്റം മഠം കപ്പേളയിൽ നടത്തി. സംസ്കാര ചടങ്ങുകൾക്ക് അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികനായി. എഴുത്തുകാരനും യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റുമായ ഹനീഫ കൊച്ചന്നൂരിന്റെ ഭാര്യ ജമീല നിര്യാതയായി 54 വയസ്സായിരുന്നു. കൊച്ചന്നൂർ മങ്കുളങ്ങര കുടുംബാംഗമാണ്. ഖബറടക്കം നടത്തി. മൻസൂർ, നൂർജഹാൻ, മാജിദ എന്നിവർ മക്കളാണ്. കല്ലുംപുറം അലിങ്കൽ പുലിക്കോട്ടിൽ ജോയ് നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടത്തി. ലില്ലിയാണ് ഭാര്യ. ലിജോ, ലിയോ, ലിനോയ് എന്നിവർ മക്കളാണ്. ബോംബെ കോൺഗ്രിഗേഷൻ ഓഫ് ഹെൽപ്സ് മിഷൻ പ്രവർത്തകയും തയ്യൂർ അറക്കാശ്ശേരി പരേതരായ ഔസേപ്പ് മറിയം ദമ്പതികളുടെ മകളുമായ സിസ്റ്റർ മേരി ശകുന്തള നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ബോംബെയിൽ നടത്തി. കടവല്ലൂർ പരേതനായ മേലൂട്ട് പറമ്പിൽ ഭാസ്കരൻ ഭാര്യ കമല നിര്യാതയായി 70 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. ശശി, രാജു, സുധീരൻ, ഷാജി, അനിത, പ്രീത, പ്രിയ എന്നിവർ മക്കളാണ്. കൊരട്ടിക്കന കോത്തോളിക്കുന്ന് ചാലിൽ മുള്ളത്ത് നാരായണൻകുട്ടി നായർ ഭാര്യ ബാലാമണിയമ്മ നിര്യാതയായി 92 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. ചന്ദ്രശേഖരൻ, വിജയലക്ഷ്മി, വിലാസിനി, വത്സലകുമാരി, ഇന്ദിരാദേവി, ഉഷാനന്ദിനി, മണി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വ്യാപനം ശക്തം. കടങ്ങോട് പഞ്ചായത്തിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരു കുടുംബത്തിലെ 9 പേർ ഉൾപ്പെടെ 19 പേർക്ക് കോവിഡ്. ഇതോടെ പഞ്ചായത്തിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 41ആയി. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും. കോവിഡ്. കുന്നംകുളം 27-ാം വാർഡ് ചെമ്മണ്ണൂരിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് രോഗസ്ഥിരീകരണം. ഗുരുവായൂർ നഗരസഭയിലെ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഒരു കുടുംബത്തിലെ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ലൈഫ് ഭവന പദ്ധതി വിവാദം. പ്രതിഷേധം കടുപ്പിച്ച UDF. മുഖ്യമന്ത്രിയുടെയും തദ്ദേശ മന്ത്രിയുടെയും രാജി ആവശ്യപ്പെട്ട് UDF നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.